എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ വീട് നിശബ്ദമാകുമ്പോൾ നീ മാത്രം ഇരുട്ടത്തേക്ക് നോക്കിയിരിക്കാറില്ലേ? കണ്ണുനീര് വരാത്തത്ര ഒരുതരം മരവിപ്പ് നിന്നെ വിഴുങ്ങാറില്ലേ? മറ്റുള്ളവർക്ക് നീ ഒരു നല്ല അമ്മയാവാം, പ്രിയപ്പെട്ട ഭാര്യയാവാം, കരുത്തുള്ള മകളാവാം. പക്ഷേ നിനക്ക് നീ ആരാണ്? എപ്പോഴെങ്കിലും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നിന്റെ തന്നെ കണ്ണുകളിലേക്ക് നോക്കാൻ നിനക്ക് പേടി തോന്നിയിട്ടുണ്ടോ? ആ കണ്ണുകളില് ബാക്കിയുള്ളത് വെറുമൊരു ശൂന്യതയാണെന്ന് നീ തിരിച്ചറിയുന്നുണ്ടോ? ആ ശൂന്യതയുടെ പേരാണ് സൈലന്റ് ഡിപ്രഷൻ. ഇത് സങ്കടമല്ല, ഇത് നിന്റെ ആത്മാവ് മരിച്ചു തുടങ്ങുന്നതിന്റെ ഗന്ധമാണ്. നീ വിചാരിക്കുന്നത് നിനക്ക് മടിയാണെന്നാണ്, പക്ഷെ അതല്ല സത്യം. രാവിലെ കണ്ണു തുറക്കുമ്പോ ഇന്നൊരു ദിവസം കൂടി എനിക്ക് ജീവിക്കണമല്ലോ എന്നോർത്ത് നീ ഭയപ്പെടാറില്ലേ? അടുക്കളയില് പാത്രങ്ങൾ കഴുകുമ്പോ കൈകൾ ചലിക്കുന്നുണ്ടെങ്കിലും നിന്റെ മനസ്സ് എവിടെയോ ദൂരെയുള്ള ഒരു വലിയ ഗർത്തത്തില് വീണ് കിടക്കുകയാണ്. മക്കൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ പോലും നിനക്ക് പഴയതുപോലെ സന്തോഷിക്കാൻ കഴിയുന്നില്ലല്ലോ. ഉള്ളില് ഒരു മരക്കഷ്ണം പോലെ നീ മരവിച്ച് നിൽക്കുകയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് നീ പൊട്ടിത്തെറിക്കുന്നുണ്ടാകും. ആ ദേഷ്യം വീട്ടുകാരോടല്ല, മറിച്ച് നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിനോടുള്ള നിന്റെ ഉള്ളിലെ നിലവിളിയാണ്. നീ ഒറ്റയ്ക്കാണ്. വലിയൊരു ആൾക്കൂട്ടത്തിന് നടുവിലും നീ വല്ലാതെ ഒറ്റയ്ക്കാണ്. എന്തിനാണ് നീ ഇത്രയധികം അഭിനയിക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് ആരോടാണ് നീ കള്ളം പറയുന്നത്? കുട്ടിക്കാലം മുതലേ നമ്മളെ പഠിപ്പിച്ചത് സഹിക്കാൻ വേണ്ടിയല്ലേ? പരാതി പറയാത്തവൾ നല്ലവൾ, കണ്ണുനീർ ഒളിപ്പിക്കുന്നവൾ കരുത്തുള്ളവൾ. ഈ പദവികൾക്ക് വേണ്ടി നീ നിന്നെ തന്നെ കുരുതി കൊടുക്കുകയാണ്. നിന്റെ സ്വപ്നങ്ങള്, നിന്റെ ആഗ്രഹങ്ങള്, നിന്റെ ഇഷ്ടങ്ങള്, ഇതെല്ലാം എവിടെയോ കുഴിച്ചു മൂടിയിട്ട് നീ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മെഴുകുതിരി പോലെ ഉരുകുകയാണ്. പക്ഷെ ആ മെഴുകുതിരിയുടെ അറ്റത്ത് ഇപ്പോ തീ ബാക്കിയില്ല, വെറും പുക മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഇനിയും മുന്നോട്ട് പോകാൻ നിനക്ക് ആവില്ല. നിന്റെ ഈ മൗനം പതുക്കെ നിന്നെ കൊന്നു തീർക്കും. ഒന്ന് കരയുക. നിനക്ക് കരയണമെന്നുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് കരയുക. ആ കണ്ണുനീർ നിന്റെ ബലഹീനതയല്ല, നിന്റെ ഉള്ളിലെ മുറിവുകൾ കഴുകി കളയാനുള്ള വഴിയാണ്. നിന്നെ തന്നെ സ്നേഹിക്കുക. നീ ഒരു റോബോട്ടല്ല. നിനക്ക് വിശ്രമം വേണം, നിനക്ക് സന്തോഷം വേണം. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് നീ ഇല്ലാതായാല് ഈ ലോകം നിന്നെ വേഗത്തിൽ മറന്നുപോകും. സംസാരിക്കുക. നിന്നെ പരിഹസിക്കാത്ത, നിന്നെ കേൾക്കാൻ തയ്യാറുള്ള ഒരാളോടെങ്കിലും സംസാരിക്കുക. അതൊരു സുഹൃത്താവാം, അല്ലെങ്കിൽ ഒരു ഡോക്ടറാവാം. സഹായം ചോദിക്കുന്നത് തോൽവിയല്ല, മറിച്ച് എനിക്ക് ജീവിക്കണം എന്ന നിന്റെ ഉള്ളിലെ അവസാനത്തെ നിലവിളിയാണ്. പ്രിയപ്പെട്ടവളെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനെ, നിന്റെ അവസ്ഥ ആരും കാണുന്നില്ലായിരിക്കാം, നിന്റെ നിശബ്ദത ആരും കേൾക്കുന്നില്ലായിരിക്കാം. പക്ഷെ ഓർക്കുക, നീ ഈ ഭൂമിയിൽ വന്നത് വെറുമൊരു വേഷം കെട്ടാനല്ല. നിനക്കും ശ്വസിക്കണം, നിനക്കും ചിരിക്കണം. ആ മുഖം മൂടി അല്പം മാറ്റിവെക്കുക. എനിക്ക് വയ്യ എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുക. നിന്റെ ആയുസ് മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കുമ്പോ നിനക്ക് വേണ്ടി അല്പം നീക്കി വെക്കുക. കാരണം ഈ മൗനത്തേക്കാൾ വലിയൊരു ജീവിതം നിനക്ക് അർഹതപ്പെട്ടതാണ്. ദയവ് ചെയ്ത് നിന്റെ മൗനത്തിൽ മരിച്ചു പോകാതിരിക്കും. ശ്വസിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിലെ ഈ കടലിരമ്പം പുറത്ത് ആരും കേൾക്കുന്നില്ലായിരിക്കാം. നിങ്ങളുടെ തളർച്ച ആരും കാണുന്നില്ലായിരിക്കാം. നിങ്ങൾ പടുത്തുയർത്തിയ ഈ സ്വർഗത്തിന് വേണ്ടി നിങ്ങളുടെ ശ്വാസം ഓരോ ദിവസവും ബലി കൊടുക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഓർക്കുക, എല്ലാവർക്കും വെളിച്ചം കൊടുക്കാൻ സ്വയം കത്തിത്തീരുന്ന മെഴുകുതിരി ആവരുത് നിങ്ങൾ. നിങ്ങൾക്കും ശ്വസിക്കണം, നിങ്ങൾക്കും ജീവിക്കണം. നിങ്ങളുടെ മൗനം ഒരു ശവപ്പറമ്പായി മാറാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇന്ന് ഈ നിമിഷം നിന്റെ ആ വലിയ മുഖംമൂടി അല്പം മാറ്റി വെക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി കെട്ടിയാടുന്ന ആ പെർഫെക്റ്റ് വേഷം ഒന്ന് അഴിച്ചു വെക്കുക. എന്നിട്ട് നിന്നോട് തന്നെ പറയുക, എനിക്ക് വയ്യ, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന്. ആരോടെങ്കിലും അത് തുറന്നു പറയുക. അതൊരു തോൽവിയല്ല, മറിച്ച് നിന്നെ തന്നെ തിരിച്ചു പിടിക്കാനുള്ള നിന്റെ അവസാനത്തെ പോരാട്ടമാണ്. ഈ ലോകത്തിന് നിന്റെ അധ്വാനം മാത്രമല്ല വേണ്ടത്, നിന്റെ ചിരിയും നിന്റെ സമാധാനവും കൂടി വേണം.
മൗനത്തില് മരിച്ചു പോകാതിരിക്കൂ. നിനക്ക് ചുറ്റും ഒരു ലോകമുണ്ട്. നിന്നെ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകും. ആരും ഇല്ലെങ്കിലും വാ, ഞാനുണ്ട്. നമുക്ക് സംസാരിക്കാം. നിന്റെ മൗനത്തെക്കാൾ വിലയുണ്ട് നിന്റെ ജീവിതത്തിന്. സംസാരിക്കൂ, നീ തനിച്ചല്ല.